أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له. ആ വിഷയം പറഞ്ഞത് നമ്മൾ പറഞ്ഞത് പിന്നെ ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് എടുക്കേണ്ട ഒരു നടപടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുത്തിയതാണ്. അതാണ് അതിൻ്റെ ശൈലി തന്നെ അങ്ങനെ. അതേസമയം ഇതങ്ങനെയല്ല. ഇത് ആദ്യമേ മൂസാൻ്റെ ഉമ്മയെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം, ഈ വിഷയം പറഞ്ഞ് അവരെ ഒരുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ പ്രത്യേകത വ ഔഹൈന ഇലാ ഉമ്മി മൂസ, അതൊന്ന്, അൻ അർദിഈഹി, അതിൽ രണ്ടാമത്തെ വിഷയം, ഫൈദാ ഖിഫ്തി അലൈഹി 3, ഫഅൽഖീഹി ഫിൽ യം, അത് 4, വലാ തഖാഫി 5, വലാ തഹ്സനി 6, ഇന്ന റാദൂഹു ഇലൈക്കി 7, വജാഇലൂഹു മിനൽ മുർസലീൻ 8 വാചകങ്ങളാണ് ഉള്ളത്. അതിൽ ഈ വൗഹൈന ഇലാ ഉമ്മി മൂസ, മൂസാൻ്റെ ഉമ്മാക്ക് വഹി നൽകി എന്നുള്ളത് ഖബറാണ്, പ്രസ്താവനയാണ്. അതേപോലെ തന്നെ പ്രസ്താവനയാണ് ഫഇദാ ഖിഫ്തി അലൈഹി, കുഞ്ഞിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഭയന്നാൽ, അതും ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ 2 പ്രസ്താവനകളാണ്. അർദിഈഹി, അതിന് അർദിഈഹി എന്നുള്ളതാണ് നിങ്ങൾ കുഞ്ഞിന് പാൽ കൂട്ടുക, അതെന്താ, അത് കൽപ്പനയാണ്. ഫഅൽഖീഹി ഫിൽ യം, അതും എന്താണ്, കൽപ്പനയാണ്. വലാ തഖാഫി, നിങ്ങൾക്ക് ഖൗഫ് വേണ്ട, അതെന്താ, അത് വിരോധാണ്. വലാ തഹ്സനി, നിങ്ങൾക്ക് എന്ത് വേണ്ട, അതും വിരോധാണ്, ദുഃഖം വേണ്ട. ഖൗഫും ഹുസ്നും തമ്മിൽ എന്താ വ്യത്യാസം? ഖൗഫ് ലിൽ മുതവഖ്ഖ, ഹുസ്ൻ ലിൽ വാഖിഅ. സംഭവിക്കാൻ പോകുന്ന വിഷയത്തിലാണ് ഖൗഫ്, വരാൻ പോകുന്നതിൽ, അതിലാണ് ഖൗഫ്. 2 ഗമ്മാണ്, 2 എന്താണ്, ടെൻഷനാണ്. ഖൗഫും ടെൻഷനാണ്, ഹുസ്നും എന്താണ്, ടെൻഷനാണ്. പക്ഷേ ഖൗഫ് ലിൽ മുതവഖ്ഖ, വരാൻ പോണ വിഷയത്തിലുള്ള ടെൻഷൻ. ഹുസ്ന ലിൽ വാഖിഅ, വന്നു പോയതിലുള്ള ടെൻഷൻ. മൂസാൻ്റെ ഉമ്മനോട് പറയുന്നത് വലാ തഖാഫി, വരാൻ പോകുന്നതിലും പേടി ടെൻഷൻ വേണ്ട, വലാ തഹ്സനി, സംഭവിച്ചതിലും ടെൻഷൻ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ 2 വിരോധം. പിന്നെ ഇന്ന റാദൂഹു ഇലൈക്കി, കുഞ്ഞിനെ നാം എന്ത് ചെയ്യും, നിങ്ങൾക്ക് മടക്കി തരും, അതെന്താ, അത് ബിശാറത്താണ്, സുവിശേഷമാണ്. ബിശാറത്ത് സുവിശേഷമാണ്. പിന്നെ വജാഇലൂഹു മിനൽ മുർസലീൻ, അതെന്താ, അതും വജാഇലൂഹു, മാത്രമല്ല ഈ കുഞ്ഞിനെ നാം ആക്കും, മിനൽ മുർസലീൻ, റസൂലാക്കും. തൻ്റെ കുട്ടീനെ റസൂലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മ എന്താവും, അല്ലേ? അതാണ് ഈ പറഞ്ഞതിലൊക്കെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ കുട്ടി നബിയാകുക, എൻ്റെ കുട്ടി റസൂലാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിൽ ഏറ്റവും വലിയ സുവിശേഷം. അപ്പോൾ ഈ ആയത്തിൽ പണ്ഡിതന്മാർ പറയാണ്, പിന്നെ ഈ ആയത്തിൽ 2 പ്രസ്താവനകൾ, ഈ ആയത്തിൽ 2 കൽപ്പനകൾ, ഈ ആയത്തിൽ 2 വിരോധങ്ങൾ, ഈ ആയത്തിൽ 2 സുവിശേഷങ്ങൾ, സന്തോഷ വാർത്തകൾ. അത് വലിയ സാഹിത്യമാണ്, വലിയ സാഹിത്യമാണ്.